എല്ലാ വഴിക്കും ശ്രമിക്കുന്നുണ്ട് സാർ. എഡിറ്റർ മേനോനുമായി ഉടക്കിയത് പിന്നെ അനന്ത് ഓഫീസിൽ പോയിട്ടില്ല. വീട്ടിൽ അയാളില്ല. മൂർത്തിയുടെ വീട്ടിൽ അന്വേഷിച്ചു, അവിടെയില്ല. എല്ലായിടത്തും അരിച്ചു തപ്പുന്നുണ്ട്. കിട്ടിയാൽ ആ ക്ഷണം. കിട്ടിയാലല്ല, കിട്ടണം. വേറെ ഒരു ലെയിം എക്സ്ക്യൂസ് എനിക്ക് കേൾക്കണ്ട. അയാൾ എവിടെ ഉണ്ടെങ്കിലും ഉടനെ കസ്റ്റഡിയിലെടുത്ത് എന്റെ മുൻപിൽ എത്തിക്കണം. എന്നിട്ട് കണ്ടാ മതി തന്നെ എനിക്ക്. സാർ. സാർ, ഞാൻ മുറിയിലുണ്ടാവും. അവന്മാരെ കുരുത്തം കെട്ടവനെ കസ്റ്റഡിയിലെടുത്ത് വരുമ്പോഴല്ലാതെ വേറെ ആര് വിളിച്ചാലും അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. ശരി സാർ. വെൽക്കം സർ. നിങ്ങൾ ആരാ? ഒരു പാവപ്പെട്ട പത്രപ്രവർത്തകൻ അനന്തു. എടാ റാസ്കൽ, നീ ഇവിടെ? അരുതാത്തിടത്ത് നുഴഞ്ഞു കയറുക നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ മാത്രം കുത്തകയല്ല സർ. ഇന്നത്തെ ആ ഫോട്ടോ പ്രദർശനം അത് നിങ്ങൾക്കല്പം മനപ്രയാസം ഉണ്ടാക്കി കാണും എന്നെനിക്കറിയാം. പക്ഷേ ഇങ്ങനെയുള്ള ചില ചില്ലറ ഷോക്ക് ട്രീറ്റ്മെന്റിലൂടെ അല്ലാതെ നിങ്ങളെപ്പോലുള്ള വലിയ ആളുകളുടെ കണ്ണിൽ പെടാനും ഇങ്ങനെ വന്ന് സംസാരിക്കാനും ഒരു സന്ദർഭം കിട്ടില്ലല്ലോ. ഉള്ള കാര്യം തുറന്നു പറയാം. എനിക്ക് കണക്കുകൾ തീർക്കുവാനുള്ളത് നിങ്ങളോടല്ല, റാംജി എന്ന പേരിൽ ഞാൻ അറിയുന്ന അജ്ഞാതനായ ഒരു ശത്രുവിനോട്. അയാളെ താങ്ങി നിർത്തുന്നത് നിങ്ങളെപ്പോലുള്ള ചില തൂണുകളാണെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വേണ്ട, നാടകം വേണ്ട. ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു പാവം നർത്തകി ഇക്കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു. നിങ്ങളടക്കം പലരുമായി മുറക്കറ പങ്കിട്ടതിന്റെ സ്വകാര്യ ചിത്രങ്ങൾ എന്നെ ഏൽപ്പിച്ചതിന്റെ പേരിൽ, ആ രഹസ്യങ്ങൾ എന്നോട് വെളിപ്പെടുത്തിയതിന്റെ പേരിൽ നടു റോഡിൽ വെച്ച് റാംജിയുടെ ആൾക്കാർ അവരെ കൊന്നു. നിങ്ങളും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റും ചേർന്ന് അതൊരു റോഡ് അപകടമാക്കി എഴുതി തള്ളി. ഇനിയും പറയണോ ഞാൻ? റാംജിയുടെ താണ്ഡവത്തിനും അഴിഞ്ഞാട്ടത്തിനും നിങ്ങൾ കൂടെ പിടിച്ചു നിന്നതിന്റെ വേറെ കഥകൾ? വേണ്ട. വിഷപ്പാമ്പിനെയാണ് പാലൂട്ടി വളർത്തിയതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. ഞാൻ ആ ഫോട്ടോഗ്രാഫ്സ് പ്രദർശിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ ആ ഫോട്ടോഗ്രാഫ്സ് എങ്ങനെ ഉണ്ടായി? തികച്ചും സ്വകാര്യമെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്ന ആ രഹസ്യ സന്ദർഭങ്ങളെ അയാൾ എന്തിന് ക്യാമറയിൽ പകർത്തി റെക്കോർഡുണ്ടാക്കി? എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ, നിങ്ങൾക്കെതിരെ ഒരു ആയുധമായി അത് കൈവശം വെച്ച് എന്നും നിങ്ങളെ വിരൽ തുമ്പിലിട്ട് അമ്മാനമാടാൻ. യെസ്, ഓൺലി ഫോർ ദാറ്റ്. ഞാനല്ല സർ നിങ്ങളുടെ ശത്രു. മിത്രമെന്ന് നടിക്കുന്ന ആ വിഷസർപ്പമാണ് റാംജി. നോക്കണം സർ, നമുക്കൊരു ധാരണയിലെത്താം. നിങ്ങൾക്കെതിരായുള്ള ഈ യുദ്ധം ഞാൻ നിർത്തിവെക്കാം. ബട്ട് ഓൺ വൺ കണ്ടീഷൻ. അതെ, ഒരേ ഒരു വ്യവസ്ഥയിൽ. റാംജി ആരെന്നും എവിടെയാണുള്ളതെന്നും നിങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണം, വിത്ത് ഓൾ ഡീറ്റെയിൽസ്. എനിക്ക് സമ്മതമല്ലെങ്കിൽ? അയാളുമായുള്ള രഹസ്യ ബിസിനസ് ധാരണകൾക്കാണോ, കോടികൾ സമ്പാദിച്ചു കഴിഞ്ഞ് ഇനിയും കോട്ടകൊത്തളങ്ങൾ പിടിച്ചടക്കുവാനുള്ള നിങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിനാണോ? ഏതിനാണ് മുൻതൂക്കം? തീരുമാനിക്കുക. സ്വന്തം ശവക്കുഴി തോണ്ടാൻ മാത്രം വിഡ്ഢിയാണ് മന്ത്രി വലപ്പാട് ബാലകൃഷ്ണനെന്ന് ഞാൻ കരുതുന്നില്ല. നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമോടാ കൊച്ചനെ? നന്നായി അറിയാം സർ. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ ആ നിമിഷം നീ അഴിക്കുള്ളിലാവും. ഇവിടെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നത്. നിങ്ങൾ എന്നെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഹലോ, ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ക്ഷമിക്കണം. നിങ്ങൾ ആരാ? നീ അത് മറക്കുവിടാ ബാല. വന്ന വഴി പലതും മറന്ന് നീ മൂർത്തി ആരാന്ന് ചോദിച്ചില്ലെങ്കിലേ ഉള്ളു അത്ഭുതം. ഞാൻ വിളിക്കുന്നത് പ്രസ് ക്ലബിൽ നിന്നാണ്. ഈ ഫോണിൽ സംസാരിക്കുന്നത് മുഴുവൻ ഇവിടെ ടേപ്പ് ചെയ്യുന്നുണ്ട്. ആശാൻ എന്താ വേണ്ടേ? നിന്റെ മുമ്പിലിരിക്കുന്ന അനന്തു നിന്നോടൊരു കാര്യം ആവശ്യപ്പെട്ട് കാണും. അത് സമ്മതിക്കുന്നതാണ് നിനക്ക് നല്ലത്. അല്ലാതെ മറിച്ച് അനന്തുവിനെ അകപ്പെടുത്താനുള്ള വല്ല കുനിഷ്ഠ ചിന്തയും മനസ്സിലുണ്ടെങ്കിൽ വേണ്ട. പഴയ കൃഷ്ണമൂർത്തിയാണ് പറയുന്നത്. അത് നിന്റെ അവസാനത്തിനായിരിക്കും. നാളത്തെ പ്രഭാതം ഉണരുക. കേരളത്തിൽ ഉടനീളം ഓരോ കമ്പിക്കാലിലും മരക്കൊമ്പിലും നിന്റെ അഴിഞ്ഞാട്ടങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന ഫോട്ടോഗ്രാഫുകൾ തൂങ്ങിക്കിടക്കുന്നത് കണ്ടുകൊണ്ടാകും. 10,000-കണക്കിനല്ല, ലക്ഷക്കണക്കിന് കോപ്പീസ്. നിന്റെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പോലീസ് പടയും കൂടെ അണിനിരന്നാലും ജനങ്ങളുടെ കൺവെട്ടത്ത് നിന്ന് അത് പറിച്ചു മാറ്റാൻ കഴിയില്ല. ആശാനെ, മൂർത്തി വെറും വാക്ക് പറയില്ലെന്ന് നിനക്കറിയാം. നിന്റെ വിധി നിന്റെ കയ്യിലാണെന്ന് മാത്രം ഓർത്തോ.
അധികാരത്തിന്റെ ഏണിപ്പടികൾ കയറണമെങ്കിൽ പ്രബലനായ ഒരു സാമ്പത്തിക ശക്തിയുടെ പിൻബലം കൂടിയേ തീരൂ. രാംജിയുടെ ഏതാജ്ഞയും അനുസരിക്കേണ്ടത് എന്റെ ആവശ്യമായിരുന്നു. ബിസിനസ്സുകാരനാണെങ്കിലും രാംജി നല്ലൊരു കലാകാരനായിരുന്നു. നല്ല അസലായിട്ട് തബല വായിക്കും. നൃത്തം അയാളുടെ ഒരു ദൗർബല്യമായിരുന്നു. യൂണിയന്റെ വാർഷികത്തിന് ഗായത്രിയുടെ നൃത്തം അയാൾ കാണാനിടയായി. അവൾ ഒറ്റയ്ക്ക് തന്റെ തബലയുടെ താളത്തിനൊത്ത് നൃത്തം ചെയ്യണമെന്ന് രാംജിക്കൊരു മോഹം. ഈ ഗായത്രിയുടെ ഭർത്താവ് സുദേവൻ എന്റെ യൂണിയനിൽപ്പെട്ട തൊഴിലാളിയായിരുന്നു. അയാൾക്കൊരു മേജർ ഓപ്പറേഷന് പണമില്ലാതെ അവൾ കുഴഞ്ഞു നിൽക്കുന്ന സമയവും. ഓപ്പറേഷൻ കൊണ്ട് സുദേവൻ രക്ഷപ്പെടാൻ അറ്റ്ലീസ്റ്റ് 50% ചാൻസ് എങ്കിലും ഉണ്ട്. ബാക്കി ഈശ്വരന്റെ കയ്യിൽ. പക്ഷേ ഓപ്പറേഷൻ വൈകിക്കുന്ന ഓരോ നിമിഷവും അയാൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ, ഗായത്രിയുടെ എല്ലാ പ്രോബ്ലംസും എനിക്കറിയാം. പക്ഷേ വി ഹാവ് അവർ ഓൺ ലിമിറ്റ്സ്. നൽകാവുന്ന എല്ലാ കൺസെഷൻസും അനുവദിച്ചാൽ തന്നെ ഒരു 15,000 രൂപയെങ്കിലും ഇല്ലെങ്കിൽ ശരി വരട്ടെ. എന്റെ പൊന്ന് ഗായത്രി, സ്വകാര്യ വേദികളിൽ ചെന്ന് നൃത്തം ചെയ്യാ, പാട്ടുപാടുക എന്നൊക്കെ പറഞ്ഞാ അതത്ര വലിയ അപരാധമൊന്നുമല്ല. ലതാ മങ്കേഷ്കറും മുഹമ്മദ് റാഫി വരെ കല്യാണങ്ങൾക്ക് വീട്ടിൽ ചെന്ന് പാടും. അത്രേ ഉള്ളതും. രാംജിക്കൊരാഗ്രഹം, അയാളുടെ തബലയുടെ താളത്തിനൊത്ത് മത്സരിച്ച് നീ നൃത്തം ചെയ്യണം. അയാൾ നല്ലോനാ. നമ്മുടെ ആവശ്യത്തിനുള്ള കാശ് അയാൾ മനസ്സറിഞ്ഞു തരും. സുദേവൻ എനിക്ക് അനിയനെ പോലെയാ. അവൻ രക്ഷപ്പെട്ട് കാണുമെന്ന് എനിക്കും ആഗ്രഹമില്ലേ? ഗായത്രി, യു ആർ ഗ്രേറ്റ്. ആദ്യമായിട്ടാണ് ഒരു നർത്തകി എന്റെ വിരലുകളുടെ താളവേഗത്തെ അതിശയിച്ചുകൊണ്ട് ചുവട് വയ്ക്കുന്നത്. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെടാം. എനിത്തിങ്. രാംജി കൊടുത്ത പണം ആവശ്യം വന്നില്ല. തിരിച്ച് ആശുപത്രിയിൽ എത്തുമ്പോൾ സുദേവൻ ആത്മഹത്യ ചെയ്തിരുന്നു. ദുരഭിമാനം. പോസ്റ്റ്മോർട്ടത്തിനും ശവസംസ്കാരത്തിനും എല്ലാം ഞാൻ തന്നെ കൂടെ നിന്നു. 3 വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആ പാവം ആകെ തളർന്നുപോയി. കഥകളൊക്കെ അറിഞ്ഞ രാംജി അവളെ സഹായിക്കാൻ തയ്യാറായി. കൊട്ടും ഘോഷവുമായിട്ട് ഗായത്രിയെ ബോംബെയിലെ ഷൺമുഖാനന്ദ ഹാളിൽ ഒരു വലിയ നർത്തകിയായിട്ട് അയാളങ്ങ് അവതരിപ്പിച്ചു. പിന്നതേ ഡോക്ടറേറ്റ്, പത്മശ്രീ, ലോകമെമ്പാടുമുള്ള സ്റ്റേജ്, എന്തിന് നൃത്തരംഗം മുഴുവൻ അവളുടെ കാൽക്കീഴിലായി. പക്ഷേ അതിനവര് കൊടുക്കേണ്ടി വന്ന വില. എന്റെ അനിയ, ഇരട്ടി വില കൊടുക്കാണ്ട് ഒരു ചായ പോലും ഈ ലോകത്ത് ആരും വാങ്ങിത്തരില്ല. എന്താ മോളെ? ഞാൻ ഇറങ്ങാണ്. ഓ, ഞാനത് മറന്നു. ജസ്റ്റ് മിനിറ്റ്. ഞാനിവിടെ ഒരു അടിയന്തര ചർച്ചയിലായിരുന്നു. ഫ്ലൈറ്റ് റൈറ്റ് ടൈമിനാണോന്ന് വിളിച്ചു ചോദിച്ചോ മോളെ? ഉവ്വ്. മോള് ചെല്ലേ. ഹോസ്റ്റലിൽ എത്തിയ ഉടനെ വിളിക്കണേ. വിളിച്ചാ അതിന് അച്ഛനും ഉണ്ടാവില്ലേ? വിളിക്കേ. വിളിക്കാം. See you. മകളാണല്ലേ? അതെ, ആണും പെണ്ണുമായിട്ട് അവൾ ഒന്നേ ഉള്ളൂ. ഈവനിങ് ഫ്ലൈറ്റിന് അവള് മദ്രാസിലേക്ക് പോവാ. അവിടെ സ്റ്റെല്ല മേരീസിലാ പഠിക്കുന്നേ. ഹോസ്റ്റലിലാ. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. തീർച്ചയായും. തുറന്നു പറയാലോ, ഈ രാംജിയുടെ സഹായം കൊണ്ടാ ഞാൻ പല നിലയിലും എത്തിയത്. അയാളുടെ ഇഷ്ടത്തിന് പല പാർട്ടി മാറി, ഒടുവിൽ മന്ത്രിയുമായി. ഞാനടക്കം പല വമ്പന്മാരെയും ഇരയിട്ട് ചൂണ്ടയിൽ കൊളുത്തിയിട്ടേ അയാൾ കാര്യസാധ്യത്തിന് ഉപയോഗിച്ചിട്ടുള്ളൂ. അയാളുടെ ചൂണ്ടയിലെ ഏറ്റവും വിലയേറിയ ഇരയായിരുന്നു ഗായത്രി. മനുഷ്യാവസ്ഥയല്ലേ, നമ്മൾ ആണുങ്ങളല്ലേ അനിയ. പക്ഷേ ഇങ്ങനെ ഒരു ചതിക്കാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. സ്വന്തം നേട്ടത്തിനു വേണ്ടി മറ്റൊരാളുടെ നാശം രാംജി കാര്യമാക്കിയില്ല. അനന്ത് പറഞ്ഞത് ശരിയാ. എനിക്ക് എന്റെ രക്ഷയാണ് പ്രധാനം. നീ എന്നെ രക്ഷിക്കണം. താൻ അറിഞ്ഞതും അറിയാത്തതും അയാളെക്കുറിച്ച് എനിക്കറിയാവുന്നതും എല്ലാം ഇതിനകത്തുണ്ട്.
ഇനിയെങ്കിലും ആ ഫോട്ടോഗ്രാഫ്സും നെഗറ്റീവ്സും എനിക്ക് തന്നൂടെ? സോറി. പരസ്പരം വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ലല്ലോ നമ്മളാരും. ഒന്ന് മാത്രം പ്രോമിസ് ചെയ്യാം, നിങ്ങൾ കാരണമുണ്ടാക്കാത്തിടത്തോളം കാലം ആ ഫോട്ടോഗ്രാഫ്സ് ഞങ്ങളുടെ കയ്യിൽ രഹസ്യമായി തന്നെ ഇരിക്കും. എങ്കിൽ ഒരു സാഹചര്യത്തിലും ഈ വിവരങ്ങൾ ചോർന്നു കിട്ടിയത് ഞാൻ വഴിയാണെന്ന് മറ്റൊരാൾ അറിയരുത്. ആ ഒരു ഉറപ്പെങ്കിലും എനിക്ക് തരണം. ഉം.